നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ വിസ്മയ നഗരം കൊച്ചിയിൽ നടക്കുന്ന അത്യുഗ്രൻ ഒരു ഫ്ലവർ ഷോ കൊച്ചി 2025 പ്രധാന വാതിലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്വദേശിയും വിദേശിയുമൊക്കെയായി നമ്മുടെ മനസ്സിന് വലിയ ആനന്ദം തരുന്ന, കണ്ണുകൾക്ക് വർണ്ണാഭമായ ഒരുപാട് കാഴ്ചകളുടെ വിസ്മയ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വരൂ. അഭൂതപൂർവമായ തിരക്കാണ് ഫ്ലവർ ഷോയിൽ അനുഭവപ്പെടുന്നത്. കൊച്ചി നഗരത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഈ ഫ്ലവർ ഷോ എന്ന് കാണുവാൻ, ആസ്വദിക്കുവാനായി നിരവധി പേർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. കാണാൻ എത്രയും മനോഹരമായൊരു മയിൽ നമ്മുടെ പിറയിലുണ്ട്. പക്ഷേ ആ മയിലിനെ നിർമ്മിച്ചിരിക്കുന്നത് പച്ചമുളക് വെച്ചാണ്. പച്ചമുളക് കറിയിലിടാൻ മാത്രമല്ല, ഇത്തരം കലാരൂപ സൃഷ്ടിയിലും ഉപയോഗപ്പെടുത്താം എന്ന് അറിയുവാൻ വേണ്ടി വരിക കൊച്ചിൻ ഫ്ലവർ ഷോയിലേക്ക്. തെച്ചിയും ചെമ്പരത്തിയും മുല്ലയും മുതൽ അങ്ങ് യൂറോപ്പിൽ നിന്നെത്തിയ ഓർക്കിഡ് വരെ ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് വർണ്ണ വിസ്മയമാണ് കൊച്ചിൻ ഫ്ലവർ ഷോയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ചുറ്റിലും നിറങ്ങളാണ്, അല്ല സൗരഭ്യമാണ്, ഗന്ധമാണ്, സുഗന്ധമാണ്, കാഴ്ചയാണ്, ഭംഗിയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഫ്ലവർ ഷോയിൽ പങ്കെടുക്കുവാനെത്തിയ ഒരു വലിയ കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, വാങ്ങിയിട്ടില്ല. ഇതിനു മുന്നേ എത്ര ഫ്ലവർ ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇതിന് നല്ലതുണ്ട്. ഇത് മോശമാണോ? മോശം പറയാനില്ല, കൊള്ളാം. അപ്പൊ ഇത് കാണാനായിട്ട് വന്നതാണോ? എല്ലാ സകുടുംബം ഒരു ഔട്ടിങ്ങുമായല്ലേ? മനസ്സിന് വല്ലാതെ സന്തോഷം. ശരി, എന്താണ്, എങ്ങനെയുണ്ട് പൂക്കളെ കണ്ടിട്ട്? സൂപ്പർ, പൊളിയാണോ? സെറ്റാണോ? എങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടായി. എത്ര പഠിക്കുന്ന മോൻ? അഞ്ചില്. ഏത് സ്കൂളിലാ? ഹോളി ഗ്രേസ്. അപ്പൊ ഇത് വലിയ സന്തോഷമല്ലേ കണ്ടപ്പോ? അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഉഷാറായിട്ട് പഠിക്കൂലേ? ഓക്കെ. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? നമ്മുടെ വീട്ടിൽ നിന്നും പ്രഭാതത്തിൽ ഉണർന്നെണീറ്റ് വരുമ്പോൾ കാഴ്ചയ്ക്ക് ഭംഗിയേകി നിൽക്കുന്ന പൂക്കൾ, അത് നൽകുന്ന സുഗന്ധം അന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി തുടങ്ങുവാൻ നമുക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം കൂടിയാണ്. ഈ ഫ്ലവർ ഷോ 2-ാം തീയതി വരെയാണുള്ളത്. 3-ഉം 4-ഉം തീയതികളിൽ വൻപിച്ച ആദായ വിൽപ്പനയാണ്. ഓർക്കുക, 5000-ൽ പരം ഓർക്കിഡുകളാണ് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഒപ്പം സൗജന്യമായി വളം ലഭിക്കുന്ന മറ്റു പല പദ്ധതികളും ഈ കൊച്ചിൻ ഫ്ലവർ ഷോവുമായി ബന്ധപ്പെട്ട് സംഘാടകർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏവരും ഇവിടെ വരണം, ഈ ഒരു വലിയ പുഷ്പമേളയിൽ ഭാഗമാകണം. ഒരു ചെടിയെങ്കിലും സ്വന്തമാക്കി നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി നടണം. കൊച്ചിൻ ഫ്ലവർ ഷോ 2025 വർണ്ണ കാഴ്ചയുടെ ഓർമ്മയ്ക്കായി. തൃക്കാക്കരയിൽ നിന്നും എത്തിയിരിക്കുകയാണ് ഈ പുഷ്പങ്ങളെ കാണുവാൻ. നമുക്ക് ചോദിക്കാം ഷോയെക്കുറിച്ച്. എന്താ പേര്? പേര്? എന്ത് ചെയ്യുന്നു? കോളേജിൽ, ബി എഡ് കോളേജിലെ ഓഫീസിൽ വർക്ക് ചെയ്യുക. ശരി, എങ്ങനെയുണ്ട് കൊച്ചിൻ ഫ്ലവർ ഷോ?
നല്ലതാണ് കണ്ടു തുടങ്ങിയുള്ളൂ. അതെ അല്ലേ, കണ്ടു തുടങ്ങിയിടത്തോളം മനോഹരമായിരിക്കുന്നു. ഗംഭീരമായിരിക്കും അല്ലേ. സന്തോഷം. സന്തോഷം. നമ്മുടെ ഒപ്പം ഈ ഫ്ലവർ ഷോയുടെ വലിയ വിജയത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേരുണ്ട്. അങ്ങനെ സുഹൃത്താണ് आपका नाम क्या है? बीजू। बीजू, कहाँ से आप? कलकत्ता से। कलकत्ता से। बहुत आदमी आता है फ्लवर शो देखने के लिए? फ्लावर शो बहुत आदमी आता है। आप देखे खुश है कि नहीं? हाँ खुश है, लेकिन मैं तो हम लोग तो इधर का काम करने वाला आदमी है ना। ये तो हर टाइम हम लोग ऐसे बनाता है, ऐसे अच्छा बना के रखा है आप लोग? ठीक है। वो बारिश की वजह से थोड़ा टेढ़ा हो गया, लेकिन अच्छा है। अच्छा है ना। केरला कैसे है? केरला बहुत अच्छा है। अच्छा हम लोग इधर 5 साल से इधर है। 5 साल से इधर ही है? कोई डिस्टर्ब तो नहीं है? नहीं। आदमी लोग कैसे है? आदमी लोग अच्छा है, खाना बहुत कैसे? अच्छा है। खाना भी अच्छा है। दारू थोड़ा- बहुत ज्यादा पीता है? नहीं दारू नहीं पीता अभी भी। नहीं, आप लोग नहीं, जो केरला वाला बोलते हैं। केरला वाला तो थोड़ा होगा, इसलिए तो केरला सर्कस चलता है। ऐसे ही है। ऐसे കേരള സർക്കാർ दारू से चलता है कल्लूर केरला सरकार बहुत लाड़ रहे थे। नहीं मजाक से बोल दिया, मजाक से हम भी मजाक से ले लिया। ओके ओके, खुश है ना आप लोग? खुश है, बहुत खुश। अच्छा है ना? अच्छा है। सही। ഞങ്ങളിങ്ങനെ ഫ്ലവർ ഷോ കണ്ട് ആസ്വദിച്ചും ഇതൊക്കെ ക്യാമറയിൽ പകർത്തിയും വരുമ്പോഴാണ് യു എയിലെ 2 പുലിക്കുട്ടികളെ കണ്ടുമുട്ടിയത്. സാംസ്കാരിക കലാരംഗങ്ങളിൽ നിറസാന്നിധ്യമായി ഉള്ള ബാലമുരളിയും ബിന്ദു ബാലമുരളിയും. എന്തായാലും ഈ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞത് കൂടി ഒരു വലിയ സന്തോഷം. എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയുടെ ഫ്ലവർ ഷോ? അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അതല്ലേ, നമ്മൾ അവിടെ ദുബൈയിൽ ഫ്ലവർ ഷോ ഉണ്ട്, എനിക്കൊന്നും അതിനേക്കാളും വലുതാന്ന് തോന്നുന്നു അല്ലേ? ഇത് കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത പല ഫ്ലവേഴ്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെ. അതെ. എന്ന് പറയുന്നത് നർത്തകി സാംസ്കാരിക പ്രവർത്തക എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഫ്ലവർ ഷോ എങ്ങനെയുണ്ട്? ഫ്ലവർ ഷോ ബ്യൂട്ടിഫുൾ. കാരണം എല്ലാ വർഷം വരുമ്പോൾ വരണം വിചാരിക്കും. ഇപ്പൊ നമ്മൾ ആക്ച്വലി സ്പെഷ്യലി വരാൻ കാരണം നമ്മളൊരു വീട് വെക്കുകയാണ്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെ എന്തെല്ലാം ഭംഗിയുള്ള ഫ്ലവേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഹാപ്പിയായി. വെരി ഹാപ്പി. എന്തായാലും ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുറത്തേക്കുള്ള വാതിലാണ്. പോകാൻ മനസ്സ് വരുന്നില്ല. വീണ്ടും കാഴ്ചകൾ ഇവിടെ തന്നെ ഉടക്കി നിൽക്കുന്നു. എത്ര മനോഹരമാണ് പൂക്കൾ, നിഷ്കളങ്കതയുടെ അടയാളങ്ങൾ, സൗരഭ്യം, കണ്ണിന് കുളിർമ. തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച കൊച്ചിൻ ഫ്ലവർ ഷോയുടെ എല്ലാ സംഘാടകർക്കും സ്നേഹ നമസ്കാരം. ഒപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടതിലുള്ള സന്തോഷം. എല്ലാവരും ഇവരുടെ വീട്ടിൻ്റെ പാലുകാച്ചിന് വണ്ടി വിളിച്ചു വന്നോണം അല്ലേ? എന്തിനും ഏതിനും ന്യൂജനോട് അഭിപ്രായം ചോദിക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കോലഞ്ചേരി. കോലഞ്ചേരി. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. മോളോ? എന്തിനു പഠിക്കുന്നു? ബിടെക്. വെരി ഗുഡ്, എഞ്ചിനീയറിംഗ്. ഓക്കെ, എങ്ങനെയുണ്ട് ഫ്ലവർ ഷോ? നല്ല ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ടല്ലേ? അത് ഈ മുഖത്തൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. എത്ര പേരാ വന്നത് നിങ്ങൾ? ഞങ്ങൾ 4 പേര്. 4 പേര് വന്നു. മനസ്സ് നിറഞ്ഞു, സന്തോഷമായി. നിങ്ങളുടെ ഭാഷയെന്ന് പറഞ്ഞേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ? കിടിലമായിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ? കലക്കി സെറ്റ് ആയിട്ടുണ്ട്. കലക്കി തിമിർത്തു. ഓക്കെ ഓക്കെ അല്ലേ? ശരി. കൊച്ചിൻ ഫ്ലവർ ഷോയുടെ ദൃശ്യ മനോഹര കാഴ്ചകളിൽ നിന്നും ചാനൽ 91 ന്യൂസിനു വേണ്ടി ബിജു കിഴക്കനില, എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ക്യാമറമാൻ ബാദിൽ ചന്ദ്രത്തിൽ.